then, now, forever. The greatest of all time. ലിയോണൽ ആന്ദ്രേസ് മെസ്സി. അയാളുടെ ഉയർച്ചയേക്കാൾ അയാളുടെ വീഴ്ചയെ ആഘോഷിക്കുന്ന ചിലരെങ്കിലും നമ്മൾ ഇന്ന് പെനാൽറ്റി മിസ്സാക്കിയപ്പോൾ കണ്ടിരുന്നു. അതിന് മറുപടിയായിട്ടായിരുന്നു പണ്ട് ബാഴ്സലോണയിൽ ആൽബയും മെസ്സിയും തമ്മിലുള്ള കണക്ഷനുണ്ട്. ആ കണക്ഷനെ സൂചിപ്പിക്കുന്ന വിധം മെദീനയുടെ പാസിൽ മെസ്സിയുടെ ആദ്യത്തെ ഗോൾ. പ്രസ്സിംഗ് ഗെയിം കളിക്കുന്ന ഓസ്ട്രിയക്കെതിരെ ബിറ്റ് കൺസർവേറ്റീവായിട്ടാണ് അർജന്റീന കളിച്ചത്. കളി അത്ര ഡോമിനേറ്റിംഗ് അല്ല, ബോളിൽ ഡോമിനേറ്റ് ചെയ്തത് ഓസ്ട്രിയയാണ്. അണ്ടർ ലിയോണൽ സ്കലോണി അർജന്റീന ഫോളോയിങ് സർട്ടൻ പാറ്റേൺസ് അഗൈൻസ്റ്റ് സർട്ടൻ ടീംസ്. അതുപോലെ തന്നെയായിരുന്നു, ഒരുപാട് ഡോമിനേറ്റ് ചെയ്യാതെ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഗോൾ അടിച്ചുകൊണ്ട് റിസൾട്ട് ഉണ്ടാക്കുക. എത്ര ഡോമിനേറ്റ് ചെയ്തു, എത്ര പാസ് കളിച്ചു, എത്ര ഷോട്ട് ഓൺ ടാർഗറ്റ് അടിച്ചാലല്ല, റിസൾട്ട് ഉണ്ടാകും. 18 ഗോളുകളുമായി ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമായി മാറിയിരിക്കുകയാണ് ലയണൽ മെസ്സി. മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡിന് ചരിത്രം മാത്രം. പിന്നിൽ എംബാപ്പയും പലരും ഉണ്ടെങ്കിലും ആ റെക്കോർഡിലോട്ട് മെസ്സി എത്തിക്കുമ്പോൾ ആസ് എ ഫാൻ വളരെയധികം സന്തോഷമുണ്ട്. മെസ്സിയെ ആരാധിക്കുന്ന ഒട്ടനവധി ആളുകൾക്ക് വേണ്ടിയുള്ള മെസ്സിയുടെ പിറന്നാൾ സമ്മാനമാണ് ഈ 2 ഗോളുകൾ. 5 ഗോളുകളുമായി ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോറർ, ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ പ്ലെയർ. മാത്രമല്ല, ഒരു അസിസ്റ്റ് കൂടെ നേടിയിരുന്നെങ്കിൽ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടിയ പ്ലെയറായി മാറുമായിരുന്നു. 39-ാം വയസ്സിൽ 6ാം ലോകകപ്പ് കളിക്കുന്ന മെസ്സി ഈ ലോകകപ്പ് ഓൾറെഡി അദ്ദേഹത്തിൻ്റെ പേരിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും മെസ്സി മാജിക്കിനായി നമുക്ക് കാത്തിരിക്കാം.